2025 ഒക്ടോബർ മാസത്തിലേക്ക് അമേരിക്ക കടക്കുകയാണ്. അമേരിക്കയിൽ പുതിയ സാമ്പത്തിക വർഷാരംഭം കൂടിയാണ് ഒക്ടോബർ 1. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടെ കുടിയേറ്റം, വിസ നടപടികൾ, സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ഇവ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെയും വിദേശ പൗരന്മാരെയും വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും ബാധിക്കും. പുതിയ H-1B വിസ അപേക്ഷകൾക്ക് $1,00,000 ഫീസ് ഏർപ്പെടുത്തിയതാണ് ഏറ്റവും പ്രധാനം. കൂടാതെ കുടിയേറ്റേതര വിസകൾക്ക് നേരിട്ടുള്ള അഭിമുഖങ്ങൾ നിർബന്ധമാക്കി. പൗരത്വത്തിനുള്ള നിയമങ്ങളും കർശനമാക്കി. ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് ചില വിഭാഗങ്ങളിൽ മുന്നേറ്റമുണ്ട്. ഈ മാറ്റങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. പുതിയ H-1B വിസ അപേക്ഷകർക്ക് $1,00,000 ഫീസ് ഏർപ്പെടുത്തിയത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തീരുമാനം വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്കും വിദേശികളെ സ്പോൺസർ ചെയ്യുന്ന US-ലെ ടെക് കമ്പനികൾക്കും തിരിച്ചടിയാണ്. H-1B വിസ പ്രോഗ്രാമിന്റെ പ്രധാന ഗുണഭോക്താക്കളായ ഇന്ത്യൻ പ്രൊഫഷണലുകളെ ഇത് നേരിട്ട് ബാധിക്കും. ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. നിലവിലുള്ള H-1B വിസക്കാർക്ക് പുതിയ ഫീസ് ബാധകമല്ലെന്ന് പിന്നീട് വ്യക്തമാക്കിയെങ്കിലും ആശങ്കകൾ നിലനിൽക്കുകയാണ്. സർവകലാശാല നിയമനങ്ങൾക്കും ദേശീയ താൽപര്യ കേസുകൾക്കും ഇളവുകൾ പരിഗണനയിലുണ്ട്. അമേരിക്കൻ ജോലികൾ സംരക്ഷിക്കാനും ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് H-1B വിസ ഫീസ് വർധനവ് എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഇത് കഴിവുള്ളവരെ ആകർഷിക്കുന്നതിനെയും ഗവേഷണത്തിനെയും ദോഷകരമായി ബാധിക്കുമെന്ന് US കമ്പനികളും സർവകലാശാലകളും മുന്നറിയിപ്പ് നൽകുന്നു. കുടിയേറ്റേതര വിസ നയങ്ങളിലും US ഭരണകൂടം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഒക്ടോബർ 1 മുതൽ എല്ലാ കുടിയേറ്റേതര വിസ അപേക്ഷകരും നേരിട്ടുള്ള കോൺസുലർ അഭിമുഖത്തിൽ പങ്കെടുക്കണം. വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും പ്രയോജനകരമായിരുന്ന അഭിമുഖ ഇളവുകൾ ഇതോടെ അവസാനിച്ചു. വളരെ കുറഞ്ഞ ചില വിഭാഗങ്ങൾക്ക് മാത്രമേ ഇനി ഇളവുകൾ ലഭിക്കൂ. ഇത് വിദേശ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശോധനയും പ്രോസസ്സിംഗ് സമയവും ഉണ്ടാക്കും. കൂടാതെ എല്ലാ കുടിയേറ്റേതര വിസ അപേക്ഷകർക്കും ഏർപ്പെടുത്തിയ $250 വിസ ഇന്റഗ്രിറ്റി ഫീസ് ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് ഈ തുക തിരികെ ലഭിക്കുമെന്നാണ് അറിയിപ്പ്. അഭയാർത്ഥികൾക്കും താൽക്കാലിക സംരക്ഷണം തേടുന്നവർക്കുമുള്ള അപേക്ഷാ ഫീസുകളിലും മാറ്റങ്ങളുണ്ട്. ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് ഒക്ടോബറിലെ വിസ ബുള്ളറ്റിൻ ചില നല്ല വാർത്തകൾ നൽകുന്നുണ്ട്. കുടുംബ അധിഷ്ഠിത, തൊഴിലധിഷ്ഠിത വിഭാഗങ്ങളിൽ മുന്നേറ്റമുണ്ട്. മെക്സിക്കോയിൽ നിന്നുള്ള കുടുംബ അധിഷ്ഠിത അപേക്ഷകർക്ക് വലിയ മുന്നേറ്റമുണ്ടായി. ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള തൊഴിലധിഷ്ഠിത അപേക്ഷകർക്കും മുൻഗണനാ തീയതികളിൽ വർധനമുണ്ടായി. ഇന്ത്യൻ വംശജരായ അപേക്ഷകർക്ക് EB1, EB2, പ്രത്യേകിച്ച് EB5 വിഭാഗങ്ങളിൽ നല്ല മാറ്റങ്ങളുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും EB4 വീണ്ടും തുറന്നത് സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് കൂടുതൽ അവസരം നൽകുന്നു. ഒക്ടോബർ 20 മുതൽ പൗരത്വത്തിനുള്ള നിയമങ്ങളിലും മാറ്റങ്ങൾ വരും. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രന്റ് സർവീസസ് പൗരത്വത്തിനുള്ള സിവിക് ടെസ്റ്റ് പരിഷ്കരിച്ചു. ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ കൂടുതൽ കഠിനമായ പരീക്ഷ നേരിടേണ്ടി വരും. 20 ചോദ്യങ്ങളിൽ 12 എണ്ണത്തിന് ശരിയുത്തരം നൽകണം. വ്യക്തിഗത പെരുമാറ്റവും സ്വഭാവവും കൂടുതൽ കർശനമായി പരിശോധിക്കും. മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക വ്യവസ്ഥകൾ നിലനിർത്തും. യാത്രക്കാരും വിദേശ വിദ്യാർത്ഥികളും പുതിയ നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ നിലവിൽ മാറ്റങ്ങളൊന്നുമില്ല. US-ന്റെ പുതിയ നിയമങ്ങൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾക്കും ചിലപ്പോൾ നാട് കടത്തലിനും കാരണമായേക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് ഒക്ടോബറിൽ സാധാരണ പേയ്മെന്റുകൾ ലഭിക്കും. അസാധാരണമായ പേയ്മെന്റുകളെ കുറിച്ചുള്ള വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിക്കരുത്. തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണം. ഒക്ടോബറിൽ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിന് ആഘോഷങ്ങളുണ്ട്. ഇൻഡിജിനസ് പീപ്പിൾ ഡേയും ദീപാവലിയും വരികയാണ്. ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ തിങ്കളാഴ്ചയാണ് ഇൻഡിജിനസ് പീപ്പിൾസ് ഡേ. ഇത് ഫെഡറൽ ഹോളിഡേ ദിവസമാണ്. ഒക്ടോബർ 20 ദീപാവലി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.